ഹേയ് ഫ്രണ്ട്സ്, മിഷ്ബ ഹിയർ. അപ്പോൾ എൻ്റെ കോളേജ് വീഡിയോൻ്റെ ബാക്കി ചോദിച്ചിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഇതാ പാർട്ട് 2. അങ്ങനെ കോളേജിൽ 7 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ 5 മണിക്കേ കോളേജിലെത്തി. ആ സമയത്ത് അവിടെ സെക്യൂരിറ്റിയും ഞങ്ങളും മാത്രമുള്ളായിരുന്നു. സെക്യൂരിറ്റി പറഞ്ഞ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പോയി ഫ്രഷ് ആയിക്കോളിയും. എനിക്ക് കോളേജിലെത്തിയിട്ടും ഒരു സമാധാനം ഇല്ലേനു. എൻ്റെ 4 വർഷം ഇവിടെയാണല്ലോ, എങ്ങനെ ഇക്കാരം, എന്ത് ഇക്കാരം, ഞാൻ ഓക്കെ ആവോ ഇവിടെ, എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമോ, സെറ്റാവുമോ, കാര്യങ്ങളും ഫാമിലി പോവുകയാണല്ലോ, അങ്ങനെ ഒരുപാട് ചിന്തകളായിരുന്നു അപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഏതായാലും ഇത് ഞാൻ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമല്ലേ, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി. ഞാൻ ഏത് കോളേജിലാണ്, ഞാൻ ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നെല്ലിക്കുഴി എറണാകുളത്താണ് ഞാൻ പഠിക്കുന്നത്. എൻ്റെ കോഴ്സ് BBA ഏവിയേഷനാണ്. അങ്ങനെ ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ചായ എടുക്കാൻ പോയി. കോളേജിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് കയറി പെട്ടു എന്ന് പറയാം. തീരെ സർവീസ് ഇല്ലായിരുന്നു. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചത്. ഒന്നും കിട്ടിയില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ തിരിച്ചെത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് പേര് വന്നിരുന്നു. ഇത് BBA ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുട്ടികൾ മാത്രമേ തന്നിരുന്ന ക്ലാസ് ചെയ്യുന്നു. ഇതൊക്കെ പാടെ കണ്ടപ്പോൾ ഇത്രയും കുട്ടികളോ BBAക്ക് എന്നൊക്കെ കരുതി ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് മിഷലൊന്ന് എണീച്ച് പോയി എൻ്റെ അടുത്ത്. പിന്നെ അവനക്ക് എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കണം. അതിൻ്റെ വാശി കാട്ടണമെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കത്തെ പ്രൊസീജിയേഴ്സൊക്കെ തീർന്നതിന് ശേഷം കോളേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ എന്തോ ഇനാഗ്രേഷൻ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. Generation of learners, dreamers and leaders. As each frame joins the next, we witness the power of unity, knowledge and new beginning. May it symbolize the dispelling of ഇനാഗ്രേഷൻ പ്രോഗ്രാം ഒരു ഹാഫ് ആയപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്റ്റൽ കാണാനും വേണ്ടി പോയി. അവിടെ നിന്നൊന്നും എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ലഗേജസ് എടുത്ത് വെക്കണമെങ്കിലും അങ്ങനെ കുറേ തിരക്ക് കൂടെ ആയിരുന്നു. ഇത് പുതിയ ബിൽഡിംഗ് അതൊന്നും എനിക്കറിയില്ല, ഓർമ്മയില്ല. അതിലാണോ അതോ ഇതിലാണോ എൻ്റെ ക്ലാസ് അറിയില്ല. 5th ഫ്ലോറിലാണ്. ഇങ്ങോട്ട് സ്റ്റെപ്പ് കയറി തന്നെ വരണം. റൂം ഇവിടെ ഞാൻ കിടക്കണം. അമ്മയും കുട്ടികളൊന്നും പോയപ്പോൾ എനിക്കത്ര വലിയ സങ്കടമൊന്നും ഇല്ലേനു. പക്ഷെ അവർ പോയി കഴിഞ്ഞപ്പോൾ എന്തെന്നറിയില്ല, ഭയങ്കര സങ്കടവും ഒരുപാട് നേരം കരച്ചിലൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സ് 2 പേരും വന്നപ്പോൾ ഓക്കെ ആയി. പിന്നെ ഇങ്ങോട്ട് കിടന്നുറങ്ങിയിട്ട് 7 മണിക്കേറ്റോ നീക്കണേന്ന് തോന്നുന്നു. എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് ഏതാണെന്നല്ലേ ചിന്തിക്കണേ. എൻ്റെ കൂടെ 9th മുതലേ ഉള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. സെയിം സബ്ജക്റ്റൊന്നുമല്ല, 3 പേരും 3 ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഹോസ്റ്റലേഴ്സായ ഞങ്ങൾ ചില വാലിഡ് റീസൺ കൊണ്ട് ഞങ്ങൾ ഹോസ്റ്റൽ മാറേണ്ടി വന്നു. ഇപ്പോൾ പുറത്തൊരു PGയിലാണ് താമസിക്കണേ. അങ്ങനെ അതേനു എൻ്റെ കോളേജിൽ ചേരാൻ പോണേ. ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ വഴിയേ വരും. വീഡിയോസൊക്കെ വെയിറ്റ് ആക്കി ഇരിക്കുക. സ്റ്റേ ട്യൂൺഡ്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.